ആലപ്പുഴ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് CDSന്റെയും ആഭിമുഖ്യത്തിൽ നടന്നുവന്ന തയ്യൽ ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് പരിശീലനം സമാപിച്ചു. ആലപ്പുഴ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് CDSന്റെയും നേതൃത്വത്തിൽ 32 ദിവസമായാണ് തയ്യൽ ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് പരിശീലന പരിപാടി നടന്നത്. പരിശീലനത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. ശശികല നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. എക്സാത്ത് സെക്രട്ടറി ജാൻസി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS സുരേഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി അജയകുമാർ, ജലജ ശ്രീനി, ശ്രീദേവി പ്രകാശൻ, മേരിക്കുട്ടി, റാണി സിന്ധുവിനു എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ ട്രെയിനിംഗ് ടീമായ പരിശീലന ഏജൻസി എക്സാത്ത് ആലപ്പുഴയാണ് 32 ദിവസത്തെ പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ഡ്രസ്സുകളെല്ലാം തന്നെ എടുക്കുകയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ തന്നെ തയ്പ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി തയ്പ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇത് നമുക്ക് സ്വന്തമായിട്ടൊക്കെ തന്നെ വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഡ്രസ്സുകൾ അതോടൊപ്പം തന്നെ നമുക്കൊരു വരുമാനം എന്ന തരത്തിൽ തന്നെ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുക്കുവാനായിട്ടും അധികം എന്താ പറയണേ ഒരു സംരംഭം നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വേറെ ഒക്കെ ബിസിനസ്സുകളാണെങ്കിൽ ഒത്തിരി പൈസ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമുക്ക് ഒരു മെഷീനും അതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന അനുബന്ധ സാധനങ്ങളും എല്ലാം തന്നെ വാങ്ങിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചു കൊടുക്കാൻ പറ്റും. അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് താല്പര്യമുള്ളവർക്ക് അല്ലേ, നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ താല്പര്യം അതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാവനയ്ക്കൊക്കെ അനുസരിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സാമ്പത്തികം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം കുടുംബശ്രീ എന്ന് പറയുന്നത് തന്നെ എന്താണ്, സ്ത്രീകളെ ആകമാനം തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സാമൂഹ്യപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നതും അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായിട്ട് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടും സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു പ്രഥമ ലക്ഷ്യത്തോടുകൂടിയൊക്കെ തന്നെ സമൂഹത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് കുടുംബശ്രീ എന്ന് പറയുന്ന സമാനതകളില്ലാത്ത ഏഷ്യയിലെ മഹാപ്രസ്ഥാനമായ കുടുംബശ്രീ രൂപം കൊണ്ടത്.